ഇത് കുശുമ്പല്ലേ? അത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഒരാളെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, കെടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിച്ചു. ഇവിടെ ഈ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ എന്നെ സ്നേഹിക്കുന്നവരാണ്, എന്നെ അവരുടെ സഹോദരങ്ങളായിട്ട് കാണുന്നവരാണ്. അവർ നിങ്ങൾ ഇവിടെ കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ, ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടെ നിൽക്കുന്നവരാണ് അവർ. ഒരുത്തന് രാഷ്ട്രീയത്തിൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നാടിനെന്ത് ചെയ്യുന്നു എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പത്തനാപുരത്തുകാർക്കുണ്ട്. ഇതിനേക്കാളും വലുത് കഴിഞ്ഞ മുമ്പത്തെ ഇലക്ഷനിലുണ്ടായിരുന്നു. 2013 ഞാൻ രാജിവെച്ചതിന് ശേഷം വന്ന ഇലക്ഷനിൽ എനിക്ക് ഭൂരിപക്ഷം കൂടി. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അച്ഛന് ഭൂരിപക്ഷം കൂടിയല്ലോ എന്ന് ചോദിച്ചു. ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് 2013 എന്നെ രാജിവെപ്പിച്ചു, കള്ളം പറഞ്ഞ് രാജിവെപ്പിച്ചു. വീട്ടിനകത്ത് നിന്ന് തന്നെ, എനിക്കെപ്പോഴും വീട്ടിനകത്ത് നിന്ന് തന്നെയാണ് ശത്രുക്കൾ, വെളിയിൽ നിന്നാരും വരാറില്ല. ബഹുമാനായ VS അച്യുതാനന്ദൻ എല്ലാവരുടെയും അഴിമതി കണ്ടെത്തുന്ന അദ്ദേഹം പോലും ഞാൻ അഴിമതിക്കാരനല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരാൾ അഴിമതിക്കാരനല്ല, രാഷ്ട്രീയത്തിലാണ്. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നവനല്ല, KSRTC ജീവനക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അവരൊന്നടങ്കം എൻ്റെ കൂടെ നിൽക്കണം. ഒരാൾ ഏറ്റവും മിടുക്കനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രഭുത്വതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പം ഇന്നലെ പറഞ്ഞല്ലോ NSSയിൽ നിന്ന് എന്നെ പുറത്താക്കി എന്നല്ലായിരുന്നു വാർത്ത. എന്തായി? NSSയിൽ നിന്ന് തന്നെ പുറത്ത് എന്ത് പരാതി? അതിപ്പോൾ ഒരു സമുദായം വരുമ്പോൾ അതൊന്നുമല്ല, പുറത്താക്കി മാറ്റി കമ്മിറ്റി വിരിച്ചു വിട്ടു എന്നൊക്കെ ആയിരുന്നു. എന്ത് അതൊക്കെ വെറുതെ പറയുന്നില്ല. ഇതൊക്കെ ഇലക്ഷൻ അടുത്തത് കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പാണ്. പിന്നെ NSSൽ റോഡിലിറങ്ങി ജാഥ നടത്താൻ നിങ്ങൾ മനസ്സിലാവും. NSSൽ റോഡിലിറങ്ങി പ്രതിഷേധ ജാഥ നടത്താൻ ആഹ്വാനം ചെയ്യാൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ, അത് NSSൻ്റെ ജനറൽ സെക്രട്ടറിക്കാണ്. അല്ലാതെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോ താലൂക്ക് യൂണിയൻ സെക്രട്ടറിക്കോ ഒന്നും ജനങ്ങളെ, നായർ സമുദായത്തിൽപ്പെട്ടവരെ റോഡിലിറക്കി മുദ്രാവാക്യം വിളിക്കാൻ അനുവാദമില്ല. ശബരിമല വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട NSSൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു ശരണം വിളിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു. അത് കേരളത്തിലാകെ അലയടിച്ചു. എല്ലാ നായർ സമുദായങ്ങളും രാഷ്ട്രീയത്തിനപ്പുറമായി പങ്കെടുത്തു. അല്ലാതെ ഗണേഷ് കുമാറിനെതിരായിട്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ജാഥ നടത്താനുള്ളതല്ല NSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്ന ആളാണെങ്കിലും ഞാൻ NSSൽ രാഷ്ട്രീയം കാണാറില്ല. അപ്പോൾ ആ രാഷ്ട്രീയം അതിനിടയിൽ കൂടെ എടുത്ത് മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് NSSൻ്റെ നേതൃത്വം തീരുമാനിക്കും. പിന്നല്ലാതെ ആരാണ് പട്ടാഴിയിൽ ജാഥ നടത്തിയത്? BJPക്കാരില്ല, കമ്മ്യൂണിസ്റ്റുകാരില്ല, കേരള കോൺഗ്രസ്സുകാരില്ല, ആരുമില്ല. കോൺഗ്രസ്സുകാർ മാത്രമേ ഉള്ളൂ പട്ടാഴിയിൽ ഇന്നലെ ജാഥ നടത്തി എന്ന് പറയുന്നിടത്ത്. BJPയുടെ ഇവിടുത്തെ നേതാവ് എഴുതിയിട്ടുണ്ട്, NSSനെ ഹൈജാക്ക് ചെയ്യാൻ നോക്കേണ്ട കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതൊക്കെ നിങ്ങൾ കാണണം. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്, എല്ലാ തവണയും ഉള്ളതാണ്. ആരാണ് എന്നെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ 2001 മത്സരിക്കുമ്പോൾ എനിക്കെതിരെ എന്തെല്ലാം അനാവശ്യം പറഞ്ഞു. പിന്നെ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഗണേഷ് കുമാറിനെ പ്രണയിക്കുന്നവരുണ്ട്, ഗണേഷ് കുമാർ ഞാൻ മാധവക്കുട്ടി പറഞ്ഞതുപോലെയും പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞതുപോലെയും അവരൊക്കെ മഹാന്മാരാണല്ലോ. അസൂയ അതൊക്കെ കുശുമ്പ. നമ്മൾ എല്ലാവരും പ്രണയിക്കും, അപ്പോൾ ആർക്കും അസൂയ ഉണ്ടാവുമല്ലോ. പണ്ട് ഒരാളൊരു ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അവർ ബെൻസ് കാർ വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇടാ എല്ലാവരും വാങ്ങിക്കട്ടെ, അപ്പോൾ നമ്മൾ വാങ്ങിക്കാതെ ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാകത്തില്ല, അസൂയ കാണത്തില്ലോ എന്ന്. ഇത് എല്ലാവരും പ്രണയിക്കും, അപ്പോൾ അസൂയ മാറും.